നമ്മൾ എന്തിനാണ് വാക്കുകളെ കെട്ടിപ്പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്? നല്ല വാക്കുകൾ അത് അർഹിക്കുന്നവരിലേക്ക് തുറന്നു വിട്ടുകൂടെ? നമസ്കാരം പ്രിയ ആത്മാക്കളെ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും നമ്മൾ പരസ്പരം തുറന്ന് സംസാരിക്കാറുണ്ടോ? നമുക്ക് വേണ്ടപ്പെട്ടവരോടെങ്കിലും? നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിലായി നമ്മളിലേക്ക് പല വ്യക്തികളും എത്തിച്ചേരാറുണ്ട്. പലരുമായും പല കാര്യങ്ങളും സംസാരിക്കാറുമുണ്ട്. എൻ്റെ ഒരു വട്ടൻ ആശയമെന്ന് വെച്ചാൽ, നമ്മിലേക്ക് വരുന്ന ഓരോരുത്തരുടെയും ഗുണങ്ങൾ മാത്രം കണ്ടുപിടിക്കാനുള്ള നമ്മുടെ കഴിവുണ്ടല്ലോ, അതിനെ കൂട്ടിയെടുക്കണം. എന്നിട്ട് അവരോട് തന്നെ അത് പറയണം. ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. മക്കളോട് പറയാം, നിങ്ങളെ മക്കളായി കിട്ടിയതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഭർത്താവിനോട് പറയാം, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടും ഒന്നും വീഴ്ച വരുത്താതെ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് അഭിനന്ദനാർഹമാണ്. ഭാര്യയോട് പറയാം, ഈ വീടിൻ്റെ മുഴുവൻ ചുമതലകളും മക്കളുടെ കാര്യവും ഭംഗിയായി ചെയ്യുന്നത് സമ്മതിച്ച് തന്നേ പറ്റൂ. അങ്ങനെ ചെറിയ അഭിനന്ദനങ്ങൾ കൊണ്ട് തുടങ്ങാം. പരസ്പരം നല്ല കാര്യങ്ങൾ പറഞ്ഞ് അഭിനന്ദിച്ചുകൂടെ? പിന്നീട് നമ്മുടെ ഈ പുതിയ ഗുണമൊന്ന് വിപുലീകരിക്കണ്ടേ? അതിന് നല്ല വാക്കുകൾ ചുറ്റും അങ്ങ് വാരി വിതറിക്കോളൂ. എന്തു മനോഹരമായാണ് താങ്കൾ പാടുന്നത്, എത്ര ഭംഗിയിലാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നത്, എത്ര നന്നായാണ് പെരുമാറുന്നത്, എന്തു ഭംഗിയാണ് നിങ്ങളുടെ ചിരി കാണാൻ. നിങ്ങളുടെ എളിമ മറ്റുള്ളവരും കൂടി മാതൃകയാക്കേണ്ട ഒന്നാണ്. എന്തറിവാണ് നിങ്ങൾക്ക്? നിങ്ങളോട് സംസാരിക്കാൻ നല്ല രസമാണ്. നിങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ ഒത്തിരി ശാന്തത അനുഭവപ്പെടുന്നു. നിങ്ങൾ വരച്ച ചിത്രം എത്ര മനോഹരമാണ്. സേവനം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ സമ്മതിക്കണം. നിങ്ങളുടെ നൃത്തം നന്നായിട്ടോ, അല്ലെങ്കിൽ പ്രകടനം നന്നായിട്ടോ, ഇന്നത്തെ ഭക്ഷണം നന്നായിട്ടോ, കൈയക്ഷരം നല്ലതാണ് കേട്ടോ, നല്ല ശ്രദ്ധയുണ്ട് നിങ്ങൾക്ക്, ഒരു ടീമിനെ നയിക്കാനുള്ള നേതൃഗുണം നന്നായുണ്ട് നിങ്ങൾക്ക്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ് അപാരം തന്നെ എന്നിങ്ങനെ അഭിനന്ദനങ്ങൾ വാരി വിതറിക്കൂടെ? വെറുതെ ആളുകളെ പൊക്കുന്ന സ്വഭാവമല്ല കേട്ടോ പറയുന്നത്. അവരുടെ ഗുണങ്ങളെ മനസ്സിലാക്കിയിട്ട് അഭിനന്ദിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ നന്മ ചെയ്യുന്ന ഈ സ്വഭാവം വളരെ നല്ലതാണ് എന്നൊരാളോട് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നന്മ ചെയ്യാനുള്ള പ്രചോദനം അയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് എന്തിനത് പറയാതെ ഇരിക്കണം? ഒരാളുടെ വളർച്ചയിൽ നമുക്ക് കൂടി ചെറിയൊരു ഭാഗമാകാൻ പറ്റിയാൽ അത് നല്ല കാര്യം തന്നെയല്ലേ? എനിക്ക് തോന്നുന്നത് ചുറ്റുമുള്ള തിന്മകളെ കാണാനുള്ള കഴിവ് കുറച്ച് നന്മകളെ കാണാനുള്ള കഴിവ് കൂട്ടണമെന്നാണ്. അങ്ങനെ നമ്മുടെ ലോകം നന്മകളും പ്രതീക്ഷകളും കൊണ്ട് നിറയ്ക്കണം. അന്യർക്ക് നന്മകൾ വരുമ്പോൾ സന്തോഷിക്കാൻ കഴിയണം. അത് നമ്മളിലേക്ക് കൂടുതൽ നന്മകളെ കൊണ്ടുവരാൻ സഹായിക്കും.